ഈക്കോ ഒരുപാട് ആൾക്കാർക്ക് ആവശ്യമുള്ള ഒരു ഈക്കോ ആണ്. 5 സീറ്റർ ആണ്. ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും ഒക്കെ റൺ ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു വണ്ടിയാണ്. 5 സീറ്റർ CNG ആയതുകൊണ്ട് തന്നെ ഈ ഒരു 25 മൈലേജ് പക്ക എന്തായാലും കിട്ടും. ഇതിന് പോയ വണ്ടി തിരിച്ചു വന്നിട്ടുണ്ട്. ഇതാണ് മോഡൽ 2014 ഓൺഷിപ്പ് വരുന്നത് സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. കിലോമീറ്ററോ 40,000 കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളൂ. 2014 സിംഗിൾ ഓൺഷിപ്പ്. ഏതാ ഓപ്ഷൻ വരുന്നത്? LXi അല്ലേ? LXi. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് 1.65 കൊടുക്കാം. 1.65. ഇനി അമ്മ അതൊന്നും കുറച്ചുകൂടി കുറയ്ക്കൂലേ? ഓണക്കല്ലേ, അമ്പാനെ ഓഫർ ഉണ്ടോ? എന്താ ഓഫർ ഉള്ളത്? 2005 മോഡൽ എത്ര വയ്ക്കുന്നത്? ഇത് 1,40,000. ഇത് ഓഫർ 1.40. 1.40 അത് അടിപൊളി വേറൊരു വണ്ടി വരുന്നുണ്ട്, വാഗനർ. ഇത് രണ്ടും കൂടി 1.40. രണ്ടും കൂടിയാണ് 1.40 വരുന്നത്. ഏതാ മോഡൽ വരുന്നത്? 2005 മോഡൽ. ഈ വാഗനറോ? ഇത് 2005 മോഡൽ. ഇത് രണ്ടും 2005 മോഡൽ. രണ്ടും കൂടി 1.40 ആണ് പ്രൈസ് വരുന്നത്. 1.40. ഓക്കെ. ഈ ഒരു സെന്റ് മാത്രം എടുക്കാൻ എത്ര റേറ്റ് വരുന്നത്? 83 രൂപയ്ക്ക്. ഈ ഒരു വാഗനറോ? ഇത് 55 രൂപയ്ക്ക് സ്വന്തമാക്കാം. 55 രൂപയ്ക്കല്ലേ? ഓക്കെ. ഇനി അതേപോലെ തന്നെ ആൾട്ടോ ഒരുപാട് നിരായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് 4 ആൾട്ടോ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഓണത്തിന് ഒരു അടിപൊളി ഓഫർ. പിന്നെന്താ ഓഫർ? 3 ആൾട്ടോ 4 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇത് ഏതാ മോഡൽ വരുന്നത്? ഇത് 2011 മോഡല്. ഓണർഷിപ്പ് വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പ്. ഓട്ടോ എത്ര കിലോമീറ്ററോ? 41,000 കിലോമീറ്റർ. പ്രൈസോ? പ്രൈസ് 1.45. 1.45. ഈ ഒരു ആൾട്ടോ ഏതാ മോഡൽ വരുന്നത്? ഇത് 2009 മോഡൽ ആൾട്ടോ. ഓണർഷിപ്പോ? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 61,000 കിലോമീറ്റർ. പ്രൈസ് ആണ് വരുന്നത്? ഇത് 1.15 നമ്മൾ കൊടുക്കും. 1.15. പ്രൈസ് ഒക്കെ നെഗോഷ്യബിൾ അല്ലേ? എല്ലാം നെഗോഷ്യബിൾ. ഓണായിട്ട് നല്ല ഓഫർ ഉണ്ട് നിങ്ങൾക്ക്. ഓക്കെ. ഈ ഒരു ആൾട്ടോ ഇത് 2011 മോഡൽ. ഓണർഷിപ്പോ? സെക്കൻഡ് ഓണർഷിപ്പ്. ഒക്കെ സെക്കൻഡ് ഓണർഷിപ്പ് ആണല്ലോ പോണത്. ഈ 3 വണ്ടി വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പിലാണ്. കിലോമീറ്ററോ? കിലോമീറ്റർ 62,000 കിലോമീറ്റർ ആണ്. പ്രൈസോ? പ്രൈസ് 1.45. 1.45. ഇത് 1.45. ഇത് 3. ഈ വണ്ടി ആ വണ്ടി 1.45. അപ്പൊ 3 വണ്ടി എടുക്കുകയാണെങ്കിൽ 4 ലക്ഷം രൂപ കിട്ടും. 4 ലക്ഷം രൂപ സ്വന്തമായിട്ട് എടുക്കാം. ഓക്കെ. ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ഒരു ഇയോൺ വരുന്നുണ്ട്. ഇയോൺ ഏതാ മോഡൽ വരുന്നത്? 2015 മോഡല്. 2015 ഇറ പ്ലസ് അല്ല വരുന്നത്? ഇറ പ്ലസ്. ഓണർഷിപ്പ് വരുന്നത്? ഇത് സെക്കൻഡ് ഓണർഷിപ്പ് വരുന്നത്. കിലോമീറ്ററോ? 22,000 കിലോമീറ്റർ. പ്രൈസോ? പ്രൈസ് ഇത് ഫുൾ ഓൺ വണ്ടി നമ്മൾ കൊടുക്കും. ഫുൾ ഓണിൽ എത്ര കൊടുക്കാം നമുക്ക്? 1.80 രൂപയ്ക്ക്. 1.80. 1,80,000 രൂപയ്ക്ക് 2015 ഇറ പ്ലസ് സെക്കൻഡ് ഓണർഷിപ്പ് ചെറിയ കിലോമീറ്റർ ഓടിച്ച ഇയോൺ ഇവിടുന്ന് ഇറക്കല്ലേ? ഫുൾ ഓണില് വണ്ടി നിങ്ങൾക്ക് തരും ഓണായിട്ട്. ഇതിലും കിട്ടുന്ന ഓഫർ നിങ്ങൾക്ക് കിട്ടും എവിടെയെങ്കിലും. ഓക്കെ. ഇനി അതേപോലെ തന്നെ ഈക്കോ നോക്കുന്ന ആളാണെങ്കിൽ ഒരു CNG വരുന്നുണ്ട്. അതുപോലെ തന്നെ ZENESTILO വരുന്നുണ്ട്. നമുക്ക് ആ ഒരു കാറ്റഗറിയിലേക്ക് പോവാം. അടുത്തത് ഈക്കോ ഒരുപാട് ആൾക്കാർക്ക് ആവശ്യമുള്ള ഒരു ഈക്കോ ആണ്. 5 സീറ്റർ ആണ്. ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും ഒക്കെ റൺ ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു വണ്ടിയാണ്. 5 സീറ്റർ CNG ആയതുകൊണ്ട് തന്നെ ഈ ഒരു 25 മൈലേജ് പക്ക എന്തായാലും കിട്ടും. ഏതാ മോഡൽ പറഞ്ഞത്? ഇത് 2010 മോഡൽ. 2010 KL പാന്ന് കോഴിക്കോട് രജിസ്ട്രേഷൻ വരുന്ന ഈ ഒരു ഈക്കോ വണ്ടി എത്ര ചോദിക്കുന്ന പ്രൈസ്? എത്ര? 1.45. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. മാക്സിമം പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്തേക്കും. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാണ്ട് ZENESTILO. ZENESTILO പോവാ. നെക്സ്റ്റ് ZENESTILO ഏതാ പറഞ്ഞത്? നമുക്ക് 2008 ZENESTILO എടുക്കാം. നല്ല പിങ്ക് വണ്ടി. 2008 ZENESTILO പിങ്ക് കളർ. പുതിയ പേപ്പർ എടുത്ത വണ്ടി. എത്രക്ക് ലാസ്റ്റ്? 2028 വരെ പേപ്പർ ഉണ്ടല്ലേ? ഓ. എത്രക്ക്? 1,05,000 രൂപ. 1.5. ഇത് കൂടാതെ ഒരു ZENESTILO പറഞ്ഞില്ലേ? എവിടെയാണ് ഉള്ളത്? കാണിച്ചു കൊടുക്കുക. എന്താ നല്ല കുട്ടപ്പ വണ്ടിയാ. എവിടെ? ഞാൻ കണ്ണിട്ടോണ്ട് വൈറ്റ് കാണുന്നില്ല. ഒക്കെ ബ്ലാക്ക് ആയിട്ടാണ് കാണുന്നത്. ഈ ഒരു ZENESTILO അല്ലേ? ഇതേതാ മോഡൽ വരുന്നത്? സെയിം മോഡൽ തന്നെ. പുതിയ പേപ്പർ. 2008 മോഡൽ. 2009 2029 വരെ പേപ്പർ ഉണ്ട്. നല്ല കിടിലം വണ്ടി. നല്ല ഇന്ത്യയിലൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണല്ലോ വരുന്നത്. പ്രൈസ് കൂട്ടാൻ നിൽക്കണ്ടോ? ഇല്ലടാ വലിയ ഗുണമൊന്നുമില്ല. ഞാൻ കൂടുതൽ പറഞ്ഞിട്ട് പ്രൈസ് കൂട്ടാൻ നിൽക്കണ്ട. 1.15 കൊടുക്കാം അല്ലേ? നല്ല വണ്ടി. ഇനി അതേപോലെ തന്നെ ആൾട്ടോന്റെ ഒരുപാട് കളക്ഷൻ കാണുന്നുണ്ട്. അതിന് നമുക്ക് ഒരു വണ്ടി സെലക്ട് ചെയ്താലോ? ആൾട്ടോ നമുക്ക് 13 കൊടുക്കാം. 1.70. 2013 ആൾട്ടോ 1.70. ഏതാ വണ്ടി? ഏതാ? അതാ ബ്ലൂ കളർ. ആ ബ്ലൂ കളർ 2013. ഓൺഷിപ്പ് വരുന്നത്? ഓൺഷിപ്പ് തേർഡ് ഓൺഷിപ്പ് ആണ്. കിലോമീറ്ററോ? കിലോമീറ്റർ ആകെ 62,000 കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളേ. റീപ്ലേസ്മെന്റ് എന്താണ്ടോ? ഒന്നുമില്ല. പക്ക വണ്ടി. ഒന്നുമില്ല. എത്ര പ്രൈസ്? ലാസ്റ്റ് ഫൈനൽ പ്രൈസ് 1.70 കൊടുക്കാം. 1.70 അല്ലേ? എത്ര ലോൺ കയറും? ഫുൾ ലോൺ കയറ്റി കൊടുക്കാം. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കല്ലേ? ഈ 2014 ഒരു ഓഫർ ഉള്ള വണ്ടി ടെസ്റ്റ് ഡ്രൈവ് വരും. ടെസ്റ്റ് ഡ്രൈവ് പോയതല്ലേ? എത്ര പറഞ്ഞത്? 2014. അത് നമുക്ക് ഇതേ പൈസ കൊടുക്കാം. ഇതിനെക്കാട്ടി ഒന്നും കൂടി പ്രൈസ് കുറയുന്നു ഞാൻ കേട്ടല്ലോ. ഓഫറാണ്. എത്ര ലാസ്റ്റ് ഓഫർ? നാളെ കസ്റ്റമർ അപ്പൊ പൊട്ടിക്കാം. അപ്പം പൊട്ടിക്കല്ലേ?
ഉറപ്പാണല്ലേ? ഓ 2014 ഒരു ആൾട്ടോ 800 വരുന്നുണ്ട്, 1.65 അല്ല. ടെസ്റ്റ് ഡ്രൈവിന് പോയതാണ്. ഇനി അടുത്തത് എവിടെ ഏതാ കാണിക്കാനുള്ള നമുക്ക്? ഒരു ഡ്രൈവിന് പോയ വണ്ടി തിരിച്ചു വന്നിട്ടുണ്ട്. ഇതാണ് മോഡല് 2014 ഓൺഷിപ്പ് വരുന്നത് സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. കിലോമീറ്ററോ? 40,000 കിലോമീറ്റർ. 40,000 കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളൂ. 2014 സിംഗിൾ ഓൺഷിപ്പ്. ഏതാ ഓപ്ഷൻ വരുന്നത്? LXi അല്ലേ? LXi. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് 1.65 കൊടുക്കാം. 1.65. ഇനി അമ്മ അതൊന്ന് കുറച്ചുകൂടി കുറയ്ക്കൂലേ? ചെറിയ മാറ്റം ചെറിയ മാറ്റം ഇനിയും ചെയ്ത് കൊടുക്കാം. ഇനി ഓക്കെ, ഇനി നെക്സ്റ്റ് കാണിക്കാനുള്ള ഏതാണ്? എക്സ്പ്രസ് ഉണ്ട്. എക്സ്പ്രസ് ഏതാ മോഡല്? നല്ല നീല കളർ എക്സ്പ്രസ് ഉണ്ട്. നീല കളർ ആകുമ്പോൾ ഗ്ലാസ് കൂടി പെട്ടെന്ന് കാണാൻ കഴിയുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? അത് 2020 സിംഗിൾ ഓണർ വണ്ടി. 2020 ഇതാ ബ്ലൂ എക്സ്പ്രസോ വരുന്നുണ്ട്, സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 42,000 കിലോമീറ്റർ. 42,000 കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളൂ അല്ലേ? റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രൈസ് തന്നെ വരുന്നത് ഇത് എത്ര? 3.80 കൊടുക്കാം. 3,80,000 ഫുൾ ഓണിൽ ഫുൾ ഓണും ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങളെ ഓഫർ കാര്യങ്ങളൊക്കെ 6 മാസം വാറന്റി, 3 ഫ്രീ സർവീസ്. ഓൾ ഇന്ത്യയിൽ എവിടുന്നും ചെയ്യാം. എവിടുന്നും ചെയ്യാം. അപ്പൊ ഇവിടുന്ന് എടുക്കുന്ന എല്ലാ വണ്ടികൾക്കും അല്ല, നമ്മൾ 2018 മുതലുള്ള വണ്ടിക്ക് ഇപ്പൊ വാറന്റി പ്രൊവൈഡ് ചെയ്യുന്നത് മാരുതി പ്രൊവൈഡ് ചെയ്യുന്നത് 6 മാസത്തെ വാറന്റി, 3 സർവീസ് ഫ്രീയും, ഓൾ ഇന്ത്യ എവിടുന്നാണെങ്കിലും. ഓയിൽ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ മാറി വെച്ച വണ്ടി. ഓക്കെ, ഈ ഒരു ഓണായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഇന്ന് വീഡിയോ എടുക്കുന്നത് 10-ാം തീയതി. ഇന്ന് 10-ാം തീയതി അല്ലേ? ഇന്ന് 9-ാം തീയതി. ഇന്ന് 9-ാം തീയതി അല്ലേ? നല്ല ലുലു ഓപ്പണിംഗ്. ഇന്ന് 9-ാം തീയതി അല്ലേ? 10-ാം തീയതിയാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. 10, 11, 12 ഈ 3 ദിവസങ്ങളിൽ സ്പെഷ്യൽ ഓഫറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനെ സംബന്ധിച്ചിട്ട് ഏതെങ്കിലും വണ്ടികൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ചെയ്തവർക്ക് ഓണല്ലേ, എല്ലാവരും ആഘോഷിക്കല്ലേ? എന്തായാലും സമ്മാനങ്ങളും കാര്യങ്ങളും പ്രൈസിലും ഒക്കെ കൊടുക്കുമല്ലേ? എല്ലാം വരും. ഈ ഒരു മാരുതിന്റെ വണ്ടി അല്ലാതെ വേറെ ഒതർ ബ്രാൻഡുകൾ നമുക്കൊരു അടിപൊളി ടിയാഗോ വന്നിന്. ഏതാ മോഡൽ വരുന്നത്? 2022 ഈ KL 77 അല്ലേ? പേരാമ്പ്ര രജിസ്ട്രേഷൻ ആണ് വരുന്നത്. 13,000 കിലോമീറ്റർ ഓടിയ സീറ്റ് കവർ പോലും പൊളിച്ചിട്ടില്ല. കൂട്ടപ്പ വണ്ടി. വെറും 13,000 കിലോമീറ്റർ ഓടിച്ച വണ്ടി. ഒരു പുതിയൊരു ടിയാഗോ എടുക്കാൻ പോവാണെങ്കിൽ ഒരു XT അല്ലേ? പുതിയത് അലോയിലൊക്കെ ചെയ്ത ഓൺഷിപ്പ് വരുന്നത് സിംഗിൾ ഓണർ. കിലോമീറ്ററോ? 13,000. റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? 5,20 കൊടുക്കാം. 5,20,000. ആ പ്രൈസ് നെഗോഷ്യബിൾ ആണല്ലേ? ഓക്കെ. ഇനി നമുക്ക് ഒതർ ഒരു ബ്രാൻഡിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹോണ്ടന്റെ ഒരു ബ്രാൻഡ് ഞാൻ നെക്സോണൊക്കെ ആ ഒരു ഫ്രണ്ടേജ് കണ്ടിട്ടുണ്ട്. ആ ഒരു ഭാഗത്തേക്ക് പോയാലോ? ഹോണ്ട ജാസ് ഏകദേശം 2 മോഡൽ നിർത്തിയിട്ടുണ്ട്. KL 11 കോഴിക്കോട് രജിസ്ട്രേഷൻ. ഇതിന്റെ ഉള്ളിലൊക്കെ ആളിക്കുണ്ടല്ലോ. ഒന്ന് പുറത്തേക്ക് കയറി. എവിടോ നല്ല കണ്ട് പരിചയമുള്ള മുഖമാണല്ലോ. ഇവിടെ എത്തിയോ? മാറ്റങ്ങൾ അനിവാര്യമാണല്ലോ. പ്രത്യേകിച്ച് ഒരു പ്രൈവറ്റ് ഫീൽഡ് ആകുമ്പോൾ നമുക്ക് എല്ലാ മേഖലകളിലേക്കും സഞ്ചരിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ എന്തായാലും മാറ്റങ്ങൾ അനിവാര്യമുള്ള സ്ഥിതിക്ക് നിങ്ങളെ ഒരുപാട് കാലമായി കണ്ടിട്ട് വീഡിയോയിൽ നിന്നിട്ടും എന്നിട്ട് ഇപ്പൊ 3-4 മാസമായി. അപ്പോ പുതിയൊരു പ്ലാറ്റ്ഫോമിലേക്ക് പുതിയ അവസരങ്ങൾ വന്നപ്പോൾ ഇനിയും ഒരുപാട് ഉയർച്ചകളിലേക്ക് എത്തട്ടെ. ഓൾറെഡി മാറി തന്നെയായിരുന്നു. വീണ്ടും ഒരു ഓഫർ വന്നപ്പോൾ അത് സ്വീകരിച്ച് ഇങ്ങോട്ട് എത്തിപ്പോയി. ഓക്കെ, ഹോണ്ട ജാസ് KL 11 കോഴിക്കോട് രജിസ്ട്രേഷൻ DA ആണല്ലേ വരുന്നത്? അതെ, ഇത് വരുന്നത് പെട്രോൾ വണ്ടിയാണ്. നമുക്ക് ഡീസൽ വേണമെങ്കിൽ ഡീസൽ പെട്രോളിൽ വണ്ടി ഉണ്ട്. അത് 2015 മോഡലാണ് പെട്രോൾ. 2015 ഡിമാൻഡുള്ള ഡീസലാണ്. 2018 VX. അതായത് ഈ ടൈമിൽ ഇറങ്ങിയപ്പോൾ സൺറൂഫ് ഉണ്ടാവില്ല, ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. എല്ലാം ഉണ്ടാവും. സിംഗിൾ ഓണർഷിപ്പിൽ പക്ക ഹിസ്റ്ററുള്ള വണ്ടി. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 72,000 കിലോമീറ്റർ. വെറും 72,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഡീസൽ എഞ്ചിന്, അതായത് 1.5 എഞ്ചിൻ പിന്നെ വണ്ടിയാണ് വരുന്നത്. പിന്നെ മൈലേജ് നമുക്ക് എന്തായാലും ഒരു 20 ഹോണ്ട എഞ്ചിൻ ആയതുകൊണ്ട് നമുക്കറിയാം. മാരുതിക്ക് മാത്രമാണല്ലേ നമുക്ക് ഇതിന് 1 ഇയർ വാറന്റി കൊടുക്കാം. എഞ്ചിന് ഗിയർ ബോക്സ്, AC കമ്പസർ, പിന്നെ ആക്സിൽ, സസ്പെൻഷൻ 1 ഇയർ വാറന്റി കൊടുക്കാം. അല്ലെങ്കിൽ 15,000 കിലോമീറ്റർ. എത്ര സർവീസ് ഫ്രീ ആയിട്ട് കൊടുക്കാം? സർവീസ് ഉണ്ടാവില്ല. ഇതിന്റെ വണ്ടികളിൽ നമുക്ക് വാറന്റി മാത്രമേ ഫ്രീ ആയിട്ടുള്ളൂ. ഓക്കെ, പ്രൈസ് ആണ് വരുന്നത് 6,60,000 കൊടുക്കാം. 2018 മോഡൽ VX വിത്ത് 1 ഇയർ വാറന്റിയിൽ കൊടുക്കാം. ഡീസൽ. ഓക്കെ, ഇനി ഒരു 2015 അത് പെട്രോൾ ആണ്. നമുക്ക് 4,35 കൊടുക്കാം. 4,35 കൊടുക്കാം. ഡീസൽ വേണമെങ്കിൽ ക്രെറ്റ ഓട്ടോമാറ്റിക് ഉണ്ട്. ക്രെറ്റ ഓട്ടോമാറ്റിക് അല്ലേ? ആ ഒരു വൈറ്റ് മോഡലാണ് വണ്ടി വരുന്നത്. എത്ര? 2015 അപേക്ഷിച്ച് കുറച്ച് കിലോമീറ്റർ ഉണ്ട്. 1 lakh ഓടിയിട്ടുണ്ട്. SS ആണ് വരുന്നത്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അന്നത്തെ ടൈമിൽ ഇറങ്ങിയ ഫുൾ ഓപ്ഷൻ. അന്നത്തെ ടൈമിൽ, അതായത് സൺറൂഫ് വരാത്ത അന്നത്തെ ടൈമിലല്ലേ? ഓക്കെ, ഓട്ടോമാറ്റിക് വണ്ടിയാണ് വരുന്നത്. കറക്റ്റ് നമുക്ക് 1.6 എഞ്ചിലാണ് വണ്ടി വരുന്നത്. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്ററോ?
കിലോമീറ്റർ 1 lakh അബോവ് ഓടിയിട്ടുണ്ട്. കാര്യങ്ങളൊന്നുമില്ല. ഒരു ഡോർ റീപ്ലേസ്, ഒരു ഡോർ മാത്രം. വണ്ടി ഓടിച്ച് നോക്കിയാൽ അറിയാം. ഇതിന് നോർമലി നമുക്ക് നിങ്ങൾ ഈ ഒരു വീഡിയോയിലേക്ക് വന്നപ്പോ സത്യത്തിൽ മൊത്തത്തിൽ അങ്ങോട്ട് അടിമുടി മാറി. എല്ലാവരും നെഗറ്റീവ് അല്ല ഞാൻ പറയുന്നത്, കാരണം നിങ്ങൾ വന്നപ്പോ പക്ക ഒരു ഞാൻ ആ ഒരു പഴയ ഇത് വേറൊന്നുമല്ല, ജനുവിന് സർവീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വണ്ടിയാണ്. എനിക്ക് തോന്നുന്നു OLX കാര്യങ്ങളൊക്കെ നോക്കിയാൽ അറിയാം. 15 മോഡൽ എക്സസിന് ഏകദേശം ഒരു 7 ലക്ഷത്തിന് മുകളിൽ എല്ലാവരും വില ചോദിക്കുന്നുണ്ട്. ഏകദേശം ഈ കിലോമീറ്റർ ഓടിയ വണ്ടി നമ്മൾ ചോദിക്കുന്ന പൈസ നമുക്ക് കിട്ടേണ്ടത് 660 കിട്ടണം. ജാസിന്റെ വില ഓട്ടോമാറ്റിക് ഡീസൽ അന്നത്തെ ടൈമിലുള്ള ബാക്കി എല്ലാ ഫീച്ചേഴ്സും. അതേപോലെ തന്നെ പെട്രോൾ 22 മോഡൽ 1 ലിറ്റർ ടെർബോ. ടർബോ ആണ് പുതിയ ഏകദേശം എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇറങ്ങിയാൽ കുറച്ച് പേരിന്റെ ഗില്ല് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 14 ലക്ഷം രൂപ മുകളിൽ വരുന്നുണ്ട്. കിലോമീറ്റർ വെറും 30,000 കിലോമീറ്റർ. 2026 വരെ ഉണ്ടായ വാറന്റി ഉണ്ട്. അല്ലെങ്കിൽ നമ്മളെ വാറന്റി 1 ഇയർ കൊടുക്കാൻ പറ്റുന്നുണ്ട്. അല്ല കമ്പനി വാറന്റി കൺഫേം ആയില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇല്ലെങ്കിൽ നമ്മളെ വാറന്റി കൊടുക്കാൻ. അല്ല നിങ്ങളെ വാറന്റി ഇല്ലെങ്കിൽ പ്രൈസിൽ മാറ്റം വരും? ഇല്ല, സെയിം പ്രൈസ് തന്നെ വരുന്നത്. പ്രൈസ് 8,70,000 കൊടുക്കാം. 8,70,000 രൂപ. എത്ര ലോൺ കയറും? ഇത് നമുക്ക് നല്ല പ്രൊഫൈലുള്ള കസ്റ്റമറാണ്. ലോണിന്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ 2 വർഷത്തിന്റെ ചോടുള്ള വണ്ടിയാണെങ്കിൽ നമുക്ക് പുതിയ കാർ എടുക്കുന്ന ഇൻട്രസ്റ്റ് ചെയ്ത് കൊടുക്കാം. 2 വർഷത്തെ ചോടുള്ള വണ്ടി, 24 മാസത്തിന്റെ ചോട രജിസ്റ്റർ ചെയ്ത വണ്ടികളാണെങ്കിൽ, അതായത് ഇപ്പൊ 24 ആണെങ്കിൽ 2022 മോഡലുള്ള വണ്ടി, 22 അതായത് പുതിയ കാർ എടുക്കുന്ന ചെയ്ത് കൊടുക്കാം. കസ്റ്റമർ നല്ല പ്രൊഫൈൽ. അത് നമുക്ക് ന്യൂ കാർ എടുക്കുന്ന അതേ സെയിം റേറ്റ് തന്നെ. പിന്നെ പ്ലസ് അയാൾക്ക് നല്ല പ്രൊഫൈൽ സിവിൽ സ്കോർ ഉണ്ടെങ്കിൽ 7 വർഷം വരെ കൊടുക്കാം. 7 വർഷം വരെ. അതായത് ചെറിയൊരു ഡൗൺ പേയ്മെന്റിലും അതേമാതിരി നല്ല മാസത്തിൽ 7 വർഷം വരെ മാസത്തിൽ ചെറിയൊരു പേയ്മെന്റ് അടിച്ചാൽ മതി. ഓക്കെ. ആ ഒരു നെക്സോണോ? നെക്സോൺ വരുന്നത് 2019 മോഡൽ. 2019 നെക്സോൺ KL56 അല്ലേ? ബേസ് മോഡലാണ് വരുന്നത്. SM ബേസ് മോഡൽ 2019 ആണ്. അതായത് മിഡിൽ ഓപ്ഷൻ എന്ന് പറയാൻ പറ്റെങ്കിലും അതിലേക്ക് എത്തിയിട്ടില്ല. അങ്ങനത്തെ കാര്യം. ഓക്കെ, ബേസ് മോഡൽ തന്നെ പറയാം. ബേസ് മോഡൽ XC ആണ് ഇതിന്റെ ബേസ് വരുന്നത്. അതിലൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇതില് പവർ വിൻഡോസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത്ര ചെറിയ ഓണർഷിപ്പ് സിംഗിൾ ആണ് വരുന്നത്. 32,000 കിലോമീറ്റർ ആണ് ഓടിയത്. ഇതും 1 ഇയർ വാറന്റി കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഒന്നുമില്ല, 590 കൊടുക്കാം. 590 2019 മോഡൽ വണ്ടിയാണ്. 590. എത്ര ലോൺ കയറും? ഇത് നമുക്കൊരു 50 രൂപ ഒക്കെ ഉണ്ടെങ്കിൽ 90 കൊണ്ട് ഇറക്കി കൊടുക്കാം. ഓക്കെ. സേഫ്റ്റി കാര്യങ്ങൾ നോക്കണേ. അത്യാവശ്യമുള്ള വണ്ടിയാണ്. ടെസ്റ്റർ വേണമെങ്കിൽ നോക്കിക്കോളൂ. 2013 മോഡൽ വണ്ടി. 2013 മോഡൽ ടെസ്റ്റർ എത്ര? 3.25 കൊടുക്കാൻ പറ്റും. 3.25 85 PS ആണ്. മെയിൻ്റെനൻസ് കുറവുള്ള വണ്ടി. ഓക്കെ. ഒരുപാട് മോഡലും ഒരുപാട് കളക്ഷൻസും ഉണ്ടല്ലേ? എല്ലാം ഉണ്ട്. ഓക്കെ. ഇതിപ്പോ നമ്മളിപ്പോ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് 9-ാം തീയതി വൈകുന്നേരമാണ് ഷൂട്ട് ചെയ്യുന്നത്. 10, 11, 12 ഇവന്റ് ഉള്ളത്. വണ്ടി ഇനിയും കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ്. വണ്ടി ഫുൾ ആയി. കൂടുതലും മാരുതിന്റെ വണ്ടി തന്നെയാണോ ഫോക്കസ് ചെയ്യുന്നത്? നമുക്ക് എല്ലാ ബ്രാൻഡും ഉണ്ട്, എല്ലാ വണ്ടികളും ഉണ്ട്. ഇപ്പൊ ലൈവിൽ നമുക്ക് സ്റ്റോക്ക് ഉള്ളത് മാരുതി വണ്ടികളാണ് കൂടുതലുള്ളത്. പക്ഷെ അതർ ബ്രാൻഡുകളും ചെയ്യുന്നുണ്ട്. എല്ലാം ചെയ്യുന്നുണ്ട്. ഓക്കെ. എന്തായാലും ഇങ്ങനെ വാറന്റിയും കാര്യങ്ങളൊക്കെ എന്തായാലും വരും. ഇത് കറക്റ്റ് സ്പോട്ട് ഇവിടെ വരുന്നത് നമ്മള് രാമനാട്ടൻ നിസരി ജംഗ്ഷൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ബൈപ്പാസ്. അതായത് നമ്മളെ ബൈപ്പാസ് ഫ്ലൈ ഓവർ ഇടിമിക്കൽ കഴിഞ്ഞിട്ട് ഫ്ലൈ ഓവർ കയറുന്നതിന് മുമ്പ് തന്നെ ലെഫ്റ്റ് സൈഡ് ആയിട്ട്. അതായത് നിങ്ങൾ ഇടിമിക്കൽ കഴിഞ്ഞാൽ തന്നെ ഫ്ലൈ ഓവർ ആ മെയിൻ ഹൈവേയിലേക്ക് കയറരുത്, ആ സൈഡിൽ കൂടി കയറണല്ലേ? നമ്മള് ശരിക്കും ഇവന്റ് പ്ലാൻ ചെയ്ത് നമ്മുടെ മെയിൻ ഗ്രൗണ്ടിലായിരുന്നു. പക്ഷെ മഴന്റെ ചെറിയൊരു പ്രശ്നം കാരണം അവിടെ കുറച്ച് വെള്ളം ആയതുകൊണ്ടാണ് ഇങ്ങോട്ട് തന്നെ പോകുന്നത്. ഇന്റർലോക്ക് ആളുകളെല്ലാം പറഞ്ഞാല് വളരെ ഓണത്തിന്റെ തിരക്കിലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവർക്ക് ആ ഒരു ബെനിഫിറ്റും കൂടി വെച്ചിട്ടുള്ള ഒരു വണ്ടി പെട്ടെന്ന് ചൂസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സൗകര്യം കൂടി നമ്മൾ വിളിക്കുക. ഓക്കെ. അപ്പൊ എന്തായാലും അടിയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ബാം വിളിച്ചോളി, മിസ്സാക്കാൻ നിൽക്കണ്ട. ഓണത്തിന്റെ സ്പെഷ്യൽ ഓഫറാണ് ട്രൂ വാലി കൊടുക്കുന്നത്. ട്രൂ വാലി മോട്ടോഴ്സ് കൊടുക്കുന്നത്. അപ്പൊ എന്തായാലും മിസ്സാക്കണ്ട.